വിപിനുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിനെ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ചില കാര്യത്തിൽ ഈ കുട്ടികളുടെ ഫോൺ സംഭാഷണം ചിലപ്പോൾ വിപിനും കേട്ട് കാണും. ഈ സുധീർ എന്ന് പറയുന്ന മലയാളി സന്നദ്ധ പ്രവർത്തകരുമായുള്ള ഫോൺ കോൾ. അപ്പോൾ അവരോട് ആദ്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് തന്നെ അവർ ചോദിക്കുന്ന, അങ്കിളെ ഞങ്ങൾക്കൊരു ജോലി ശരിയാക്കി തരുമോ? അദ്ദേഹം അത് പറയുമ്പോൾ, അങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് ആരാണ് എന്താണെന്നൊന്നും അറിയാതെയാണ് അവർ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളിൽ മുൻപും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ അങ്കിൾ പറഞ്ഞാലും അല്ലെങ്കിൽ അങ്കിളിനെ പോലെ ആരെങ്കിലും പറഞ്ഞാലും ഒന്നോ രണ്ടോ ദിവസം ഇവർ നന്നായി പെരുമാറും. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് സംഭവിക്കുന്നതാണ്. ഒട്ടുമിക്ക വീടുകളിലും ഈ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ അല്ല നമ്മൾ ആരോടാണ് പറയേണ്ടത് എന്നുള്ള സ്വാതന്ത്ര്യത്തിലായിരിക്കാം ഒരു പക്ഷേ എന്താ പറയുന്നത്, മാതാപിതാക്കൾ ഇത് പറയുന്നത്. അപ്പം കുട്ടികളുടെ ആ ഒരു പ്രായത്തിൽ നമുക്കറിയാം ഈ പിയർ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള കൂട്ടുകാരുടെ സ്വാധീനം എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. രണ്ടുപേർ ഒരേ കാര്യങ്ങൾ ഒരേപോലെ പറയുന്നു. അതായത് അവരുടെ തലച്ചോറുകളൊക്കെ ഈ പരസ്പരം പങ്കുവെക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ നമുക്കങ്ങ് പോയേക്കാമെന്ന് പറയുമ്പോൾ ഒരേ രീതിയിൽ ആ തീരുമാനം എടുക്കുന്നു. സാധാരണ ഒരാളത് പറയുമ്പോൾ മറ്റൊരാൾ പറയേണ്ടതല്ലേ. ഇപ്പോൾ അയ്യോ അങ്ങനെ നമ്മളൊക്കെ അറിയാത്തൊരു പട്ടണമാണല്ലോ, നമ്മളങ്ങനെ പോകരുതല്ലോ എന്നൊക്കെ പറയണ്ടേ. പക്ഷെ ഇവർ ഒരേപോലെ ചിന്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ മാതാപിതാക്കൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത്? ഇതുപോലെ മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറ്റാരെങ്കിലും ഇതേപോലെ ഈ കുട്ടികളോട് വഴക്ക് പറയരുതെന്നോ ഒക്കെ പറഞ്ഞിട്ടോ? ഇവർ പറയുന്നതിൽ നിന്ന് അത്തരം ചില കാര്യങ്ങൾ ഉണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നു. അതെ, പക്ഷേ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പറയുന്നില്ല. കുട്ടികളെ ചെറിയ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ ചെറിയ വഴക്ക് പറയുന്നു എന്നതിനപ്പുറമായിട്ടുള്ള യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് ഈ വീട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ വീട്ടകത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലേറ്റവും പ്രധാനം ഇപ്പൊ ഈ ജോലി ചോദിക്കുന്നതിനൊപ്പം 2-3 ദിവസം ഞങ്ങളുമായി നന്നായി സംസാരിക്കും, പിന്നെയും വഴക്കും കാര്യങ്ങളുമാകും എന്ന് പറയുമ്പോൾ കൃത്യമായൊരു ബോധവൽക്കരണം ഈ കുട്ടികൾക്കൊപ്പം തന്നെ വീട്ടുകാർക്കും രക്ഷിതാക്കൾക്കും വേണം എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുള്ളത്. കാരണം ഈ കുട്ടികൾ അത്രത്തോളം അവർ വിഷമത്തിലാണ്. അവർ ഈ വീട്ടിലെ കാര്യങ്ങളിലൊന്നും തന്നെ അവർക്കൊരു തരത്തിലുള്ള തൃപ്തിയുമില്ല. അതിന്റെ ഒരു വിഷമവും ദേഷ്യവും ഒക്കെ അവരുടെ വാക്കുകളിലുണ്ട്. കാരണം എല്ലായിടത്തും ഞങ്ങളുടെ വയസ്സ് കുറച്ച് കാണിക്കുന്നത്, ഞങ്ങളെ വേഗം പോലീസിനെ കാണിക്കാനാണ് തുടങ്ങിയിട്ടുള്ള ഓരോ ചിന്തകളാണ് ഈ കുട്ടികളുടെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്നത്. കാരണം കുട്ടികളെ കാണാതായി ഏകദേശം 2 ദിവസം ആവുന്നു. ഈ 2 ദിവസമായിട്ട് പോലും ഇപ്പോൾ അവർക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്തേക്ക് വരണം, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി എന്നുള്ള തോന്നലല്ല ആദ്യ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ, ഒരു അപരിചിതനാണ് ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ പോലും ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. അല്ലെങ്കിൽ വീട്ടുകാർ ഇനി വന്നാൽ 2-3 ദിവസം മാത്രം നല്ല രീതിയിൽ സംസാരിക്കും, അതിനുശേഷം പിന്നെയും ഞങ്ങളുമായി അടിയും വഴക്കും ഒക്കെ ആകും എന്ന് പറയുമ്പോൾ ആ പോയതിനു ശേഷവും ഒരു അബദ്ധം മെനഞ്ഞു എന്നുള്ള നിലയ്ക്കല്ല ആ കുട്ടികൾ സംസാരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള നിലയ്ക്കല്ല ആ കുട്ടികൾ സംസാരിക്കുന്നത്. അവർക്ക് ഇവിടെ നിന്ന് പോകണം, അവർ മുംബൈയിൽ പോകുന്നു, അവർ സലൂണിൽ കയറുന്നു, അതിനുശേഷം അവർ യാത്ര പോവുകയാണ്. അത് എങ്ങോട്ടേക്കാണ് എന്നറിയാത്തത് പോലുള്ള ഒരു യാത്രയ്ക്ക് അവർ തുനിയുന്നു എന്നുള്ളത് കാര്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം അവരുടെ കാര്യത്തിൽ മനഃശാസ്ത്രപരമായിട്ട് തന്നെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം. അത് ഈ വീട്ടുകാരിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. കാരണം അവർ സ്വാഭാവികമായും അവർ വലിയ വിഷമത്തിലാണ്, ഇപ്പോൾ വലിയ ആശ്വാസത്തിലുമാണ്. കാരണം ഈ കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് താനൂർ പോലീസ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവർ കണ്ടെത്തി ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ ഇനിയുള്ള ഇത് അവരെ മാത്രമുള്ള കാര്യമല്ല, ഓരോ ആളുകളെ സംബന്ധിച്ചും കുട്ടികളുള്ള ഓരോ വീട്ടുകാർ ഇപ്പോൾ അവരെ ഏത് രീതിക്ക് അവരുമായി ഏത് രീതിക്കാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൽ പോലും പലപ്പോഴും നമുക്ക് അമളി പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത, കൂടുതൽ ബോധവൽക്കരണം അതിലേക്ക് വേണം എന്നുള്ളതാണ്. ശ്രീനാഥൻ, നമ്മുടെ ഈ നാട്ടുഭാഷയിൽ പറയില്ലേ, നമുക്ക് കുടത്തിന്റെ വായൊന്നും അങ്ങനെ അടച്ചു വെക്കാൻ പറ്റില്ല. അതായത് നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആൾക്കാര്, പലതരത്തിൽ ചിന്തിക്കുന്നവര്, പല നിലപാടുള്ളവര്, പല സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ എനിക്ക് ഉണ്ടാകുന്ന ഒരു പേഴ്സണൽ കൺസേൺ, ഇത്രയധികം മാധ്യമ ശ്രദ്ധയൊക്കെ ഇതിൽ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇനിയും നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വീട്ടിൽ നിന്ന് ശേഷം അതിനുശേഷം പുറത്തേക്ക്
ഇറങ്ങി നടക്കേണ്ടവരാണ്. അപ്പോൾ ഇവരോട് ഓരോരുത്തരും ഏത് രീതിയിൽ പെരുമാറും എന്ന് നമുക്ക് പ്രവചിക്കാൻ ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ അനുഭാവം അർഹിക്കുന്നുണ്ട്. നമുക്ക് അബദ്ധം പറ്റാത്തവരാരുമില്ല. ആ പ്രായത്തിൽ ഇപ്പം നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ഈ പറയുന്ന 15 വയസ്സിലോ 16 വയസ്സിലോ ഒക്കെ ഈ വഴക്ക് കേൾക്കുമ്പോൾ ഒന്ന് ഇറങ്ങിപ്പോയാൽ കൊള്ളാമെന്ന്. പക്ഷെ നമുക്കറിയാം, നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം തരുന്നത് ഈ വഴക്കാണെങ്കിലും അടിയാണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മാതാപിതാക്കളോളം നമുക്ക് വിശ്വസിച്ച് സ്നേഹിക്കാൻ പറ്റുന്ന ആരുമില്ല എന്ന് നമുക്കൊരു ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു ബോധ്യം ചിലർക്കെങ്കിലും ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഖേദകരമായ കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സങ്കീർണമായ കാര്യങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അവരെങ്ങനെ നേരിടും? അവരുടെ മാതാപിതാക്കളെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്കറിയാം, ഇപ്പോൾ തന്നെ പല ആൾക്കാരുടെയും പ്രതികരണങ്ങൾ പല സമൂഹ മാധ്യമങ്ങളിലും വരുന്നത് വളർത്തുദോഷമാണെന്ന് പറയുന്നത്. അപ്പോൾ ആ മാതാപിതാക്കൾ സമൂഹത്തിന് മുമ്പിൽ ചിലരെങ്കിലും അവരെ ബ്ലെയിം ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അവരുടെ സ്കൂളിലുള്ള അധ്യാപകരെ കുറ്റം പറഞ്ഞെന്ന് വരും. അപ്പോൾ ഈ പറയുന്നത് പോലെ ആരെയെങ്കിലും ഒരു കാര്യത്തിൽ കുറ്റം പറയുക, വിമർശിക്കുക, അസഹിഷ്ണുത പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന രീതിയൊക്കെ ഉള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മുൻകൈയെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, ആ കാര്യത്തിൽ ഈ കുട്ടികൾക്ക് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ, ആ മാതാപിതാക്കൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ അവരുടെ സ്വൈര്യം കെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത്. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ നമുക്കിപ്പോൾ ആൾക്കാരുടെ പ്രതികരണങ്ങളെല്ലാം മൂടി വെക്കാനാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെ എങ്ങനെ കൃത്യമായി നേരിടാം, ഈ രീതിയിലുള്ള എന്താ പറയുന്നത് ചിന്താഗതികളൊക്കെ കൂടെ ഉണ്ടാവുകയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കൂടെ ഉണ്ടാകണം എന്നതും വിപിൻ പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടതല്ലേ? അതെ, ആ രീതിക്ക് സമൂഹം കൂടി അതിൽ ആ കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തണം. കാരണം അതിലൊരു പക്വമായിട്ടുള്ളൊരു ഇടപെടലുമാണ് വേണ്ടത്. കാരണം ഈ 2 പെൺകുട്ടികൾ അവരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ അതുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്താതിരിക്കുക, അവരുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കുട്ടികളെ കണ്ടെത്താൻ എവിടെയാണ് എന്ന് പോലും അറിയാതെ നിന്നിരുന്ന ഒരു ആശങ്കയുടെ മണിക്കൂറുകൾ ഇപ്പോൾ അകന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയൊരു ഒരുപാട് ചോദ്യങ്ങളുണ്ട് അവരുടെ അടുത്ത് നിന്നും നമുക്ക് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ വീട്ടുകാരും എന്താണ് ഇതിൽ സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അവർ തന്നെ പറയുമായിരിക്കും. അപ്പോൾ അതിനുശേഷം പോലീസിന്റെ നടപടികൾ സ്വാഭാവികമായും ആ കാര്യങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ അതിനുശേഷമായിരിക്കും ഇവിടെ വന്നതിന് ശേഷം ഈ ഇവര് ഒരു ചോദ്യം ചെയ്യലല്ല, ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യും. ഇവരെ എത്രയും വേഗം ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. കാരണം ഇവരുടെ രക്ഷിതാക്കളുടെ കയ്യിലേക്ക് ഇവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അത് അറിഞ്ഞതു മുതൽ ഇപ്പോൾ പോലീസ് ആയിക്കോട്ടെ, സൈബർ ആയിക്കോട്ടെ, ഇപ്പോൾ മുംബൈയിലുള്ള ഓരോ മലയാളിയും എന്ന് തന്നെ പറയാം, ഓരോ റെയിൽവേ സ്റ്റേഷനുകൾ തിരയുന്നു, കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ ഫോട്ടോ വെച്ച് തിരയുന്നു. അത്ര ഒരു കൂട്ടായ്മ ഈ ഒരു ഘട്ടത്തിൽ മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട, വളരെ അഭിനന്ദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ആ കുട്ടികളെ കാണാതായി, അവർക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. പക്ഷേ അവർ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കണ്ണിമ മാറ്റാതെ അത്രയേറെ നമ്മൾ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഓരോ സംവിധാനങ്ങളെയും, അത് ഓരോ പോലീസിന്റെ ഓരോ വിങ്ങുകളെയും ഉണർത്താനും അവരെ ഒക്കെ തന്നെ സജീവമാക്കി ഇതുമായി ബന്ധപ്പെട്ട് നിർത്താനും ഒക്കെ സാധിച്ചു. കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ അവർ എത്തിയതിനു ശേഷം കൂടി നമ്മൾ ഈ കൃഷിയെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. കാരണം അവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക, അവരെ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കൃത്യത വരുത്തുക, എവിടെയാണ് പിഴവ് എന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. അത് വീട്ടിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ആക്കുക എന്നുള്ളതാണ്. ആ കുട്ടികളുടെ വാക്കുകളിലുണ്ട് അവർക്ക് സാരമായിട്ടുള്ള എന്തോ ഒരു പരിഭവം, ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ആ കുട്ടികളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് ചെറിയൊരു നിസാര പിണക്കം മാത്രമല്ല എന്നുള്ള കാര്യവും കൃത്യമാണ്. കാരണം അവർ പറയുന്നത് 2-3 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ ഉപദ്രവിക്കും. ഇങ്ങനെയാണ് ആ കുട്ടികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് മാറ്റേണ്ടത്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മറ്റാരും കരുതിയിട്ട് കാര്യമില്ല. അത് ഈ രക്ഷിതാക്കളുടെ ഭാഗത്തോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ആളുകളുടെ ഭാഗത്തോ ഒക്കെ വേണം. അത്തരത്തിൽ ഒരു സ്നേഹവും പരിഗണനയും കൊടുത്തുകൊണ്ട് മാത്രമായിരിക്കും ഇവരുടെ കാര്യത്തിലൊക്കെ ഒരു ചെറിയ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഒരു കുറ്റപ്പെടുത്തൽ ഒരു പക്ഷേ അവർക്ക് താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് പോകാതെ ഇത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക, തിരുത്താൻ കഴിയുന്ന മുതിർന്നവർ അതിന് തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. വിപിൻ സി വിജയനാണ് മലപ്പുറത്തു നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.